സോ ഇത് നമ്മുടെ എംപ്ലോയി ഡേറ്റാ സെറ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഡേറ്റാ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഡേറ്റാസ് അവൈലബിൾ ആണ് എന്നുള്ളത് നോക്കുക. ആദ്യം തന്നെ ഇതാണ് അതിന്റെ കോളം നെയിംസ്. ഓരോ കോളത്തിനും ഓരോ പേരുണ്ടാവും. അപ്പൊ നമുക്ക് എംപ്ലോയി ഐ ഡി, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, ഡിപ്പാർട്ട്മെന്റ്, സാലറി, ഇതാണ് നമ്മളുടെ കോളം നെയിംസ്. എംപ്ലോയി ടൈപ്പ് പെർമനന്റ് ആണോ പാർട്ട് ടൈം ആണോ, FT എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എംപ്ലോയി. ഫുൾ ടൈം എംപ്ലോയി ആണെങ്കിൽ 1 കാണും, അല്ലെങ്കിൽ 0.5 അങ്ങനെ. ഓക്കെ, ഇതാണ് നമ്മുടെ കോളം ഹെഡിങ്സ്. സോ ഇനി നമ്മൾക്ക് ഇതിന് നമുക്ക് ഈ ഫുൾ ഡേറ്റായി സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. എൽസ് നമുക്ക് കൺട്രോൾ A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡേറ്റാസ്, അതായത് ഈ ഫുൾ എംപ്ലോയി ഡേറ്റാ സെറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോ, അതായത് ഈ നമ്മൾക്ക് ഇത് ഹെഡർ, അതായത് ഈ കോളം നെയിംസ് നമുക്ക് ഓരോന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. ഇപ്പൊ സാലറി അബോവ് 80,000 നോക്കണം, അല്ലെങ്കിൽ എനിക്ക് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരെ നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യും. സോ ഫിൽറ്ററിന് വേണ്ടി ഹോം എടുക്കുക. സോർട്ട് ആൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ഫിൽറ്റർ അപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ലൈക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പം എംപ്ലോയി ഐ ഡി നമുക്ക് സെലക്ട് ഓൾ അൺടിക്ക് ചെയ്യാം. എംപ്ലോയി ഐ ഡി 1002 ഉള്ള കണ്ട കിരൺ എന്ന് പറഞ്ഞ ആളാണ്. സോ ഇത് നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ഫിൽറ്റർ ഫ്രം എംപ്ലോയി ഐ ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതിയാവും. ഇപ്പൊ ക്ലിയർ ചെയ്തു. ഇതിനുശേഷം നമുക്ക് ഇപ്പൊ നമുക്ക് ഈ, അതായത് ഈ റോ, ഇത് ഞാൻ ഒന്ന് കളർ ചെയ്യാണ്. ഓക്കെ, ഈ റോ നമുക്ക് സെലക്ട് ചെയ്യണമെന്ന് കരുതിക്കോ. നമ്മൾ കൺട്രോൾ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ, കൺട്രോൾ ഷിഫ്റ്റ് എന്നിട്ട് നമ്മൾ റൈറ്റ് ആരോ സെലക്ട് ചെയ്യുക. അപ്പൊ ആ റോ സെലക്റ്റഡ് ആയി. ഓരോ റോ സെലക്ട് ചെയ്യാനും അതിൽ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്താൽ മതിയാവും. ഇനിയും ഒരു കോളമാണ് സെലക്ട് ചെയ്യേണ്ടെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ സെലക്ട് ചെയ്യുക. അപ്പൊ ആ കോളം നമുക്ക് സെലക്ട് ആയി വരുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് സപ്പോസ് എങ്ങനെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. നമുക്ക് 1 lakh എബോവ് സാലറി ഉള്ള എത്ര പേരുണ്ടെന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈക്വൽസ് ഉണ്ട്, ഡസ് നോട്ട് ഈക്വൽ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, കുറെ വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ടോപ്പ് 10 സാലറി വാങ്ങുന്ന എംപ്ലോയീസിനെ കാണാം. ഓക്കെ, ഇവരാണ് ടോപ്പ് 10 സാലറി വാങ്ങുന്ന എംപ്ലോയീസ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഓപ്ഷനായ ഗ്രേറ്റർ ദാൻ നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര വേണ്ടി വരും? ഒരു 1 lakh എബോവ് സാലറി ഉള്ള എംപ്ലോയീസിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 1 lakh എബോവ് സാലറീസ് ഉള്ള എംപ്ലോയീസിനെ കാണാം. ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലിയർ ഫിൽറ്റർ കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി നമ്മൾ ഇത് സോർട്ട് ചെയ്യണം. ഫസ്റ്റ് നെയിം സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോർട്ട് A to Z, അപ്പൊ ആൽഫബറ്റിക്കൽ ഓർഡർ സോർട്ട് ആയി കിട്ടി. ഇവിടെ നമുക്ക് പറയാം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഉണ്ട്. അതായത് കുറെ പേർക്ക് സെയിം ഫസ്റ്റ് നെയിം വരുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. സെക്കൻഡ് നെയിമിൽ ഡിഫറൻസ് ഉണ്ട്, ബട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് ആവശ്യമില്ലാത്തതാണല്ലോ. ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, വാല്യൂ ഇല്ല. അപ്പൊ അതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കമ്മിങ് സെക്ഷൻസിൽ കാണാം. ഇപ്പൊ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉണ്ടോ എന്ന് നോക്കണമെന്ന് എഴുതിക്കോ. ഇപ്പൊ നമ്മൾ ആദ്യം ആ കോളം സെലക്ട് ചെയ്യാം. ഹോമിൽ തന്നെ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അത് സെലക്ട് ചെയ്യാം. ഹൈലൈറ്റ് സെൽ വാല്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ലൈറ്റ് റെഡ് ഫില്ല് ഞാൻ കൊടുത്തു. നമുക്ക് എംപ്ലോയീസ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ളത് കാണാൻ പറ്റും. ഇവിടെ 2 എംപ്ലോയീസ് ഉണ്ട്. ഇനി താഴെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം ഇതൊരു ഡേറ്റാ സെറ്റ് ലൈക്ക് വളരെ ഒരു 200 അറൗണ്ട് വാല്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡൗൺ ചെയ്ത് നോക്കാൻ പറ്റും. ബട്ട് കുറെ ഡേറ്റ വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് പാടായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ സോർട്ട് ബൈ കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എത്ര എംപ്ലോയീസ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ളത്. ഇവിടെ നമുക്ക് പ്രിയകുമാർ സെയിം ആണ്, ബട്ട് ജെൻഡറിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. മോസ്റ്റ്ലി എഞ്ചിനീയറിംഗ് ആണ്, അവരുടെ ഏകദേശം സാലറിയിൽ ചെറിയ ഡിഫറൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് കമ്മിങ് സെക്ഷൻസിൽ നമുക്ക് കാണുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ബൈ, അതായത്
നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണല്ലോ സെലക്ട് ചെയ്തത്. അപ്പൊ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് തന്നെ സെലക്ട് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ക്ലിയർ റൂൾസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ റൂൾസ് ഫോർ സെലക്ടഡ് സെൽസ് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഷീറ്റ് കൊടുത്താലും ഫുൾ ഷീറ്റിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർഡ് ആവും. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്ത് ഈ എക്സലിനകത്ത് കുറേ ഷോർട്ട് കട്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ഈ ഷോർട്ട് കട്ട്സ് അറിയില്ല. ലൈക്ക് ഓരോ ചിലത് കൺട്രോൾ-C കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ-V പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കൺട്രോൾ-A ഫുൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ Alt+H എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യാം. Alt+H എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് ഏതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാം, ഫിൽറ്റർ, അതായത് നമ്മൾ ഫിൽറ്ററിന്റെ ഓപ്ഷൻ എസ് ആണ്. അപ്പം Alt+H പ്രസ് ചെയ്തതിന് ശേഷം എസ് പ്രസ് ചെയ്യും. അപ്പൊ ഫിൽറ്റർ ഓപ്പൺ ആയി കണ്ട. ഇപ്പം എന്തെങ്കിലും ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ C പ്രസ് ചെയ്താൽ അത് ക്ലിയർഡ് ആയി പോകും, കണ്ട. ഓക്കെ, അങ്ങനെ നമുക്ക് Alt+H പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഷോർട്ട് കട്ട്സ് ആണ് അവൈലബിൾ എന്നുള്ളത് നമുക്ക് അതിൽ വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സപ്പോസ് ഇവിടെ നമുക്ക് സാലറിയുടെ ടോട്ടൽ കാണണം. സാലറിയുടെ ടോട്ടൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു കോളം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓട്ടോ സം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇവിടെ ഡൗണിൽ ഓട്ടോ സം ഇവിടെ കൊണ്ടുപോയി ഓട്ടോ സം കൊടുത്താൽ മതി. ഓട്ടോ സം ഹോമിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ടോട്ടൽ സാലറി നമുക്ക് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. ടോട്ടൽ സാലറി ഓട്ടോ സം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ മതി. അത് അതിന്റെ ഷോർട്ട് കട്ട് ആയിട്ട് പറയുന്നത് Alt+H കൊടുത്താലും മതി. ലൈക്ക് Alt+H അത് കൊടുത്താലും നമുക്ക് ഫുൾ സാലറിയുടെ ഓട്ടോ സം കിട്ടും. Alt+H ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓക്കെ, ഇനി നമുക്ക് ലൈക്ക് ഇപ്പൊ നമുക്ക് എത്ര മെയിൽ എംപ്ലോയീസ് ഉണ്ട്. അപ്പം മെയിൽ എംപ്ലോയീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ജെൻഡർ എടുക്കുക, സെലക്ട് ഓൾ അൺക്ലിക്ക് ചെയ്യുക, മെയിൽ മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മെയിൽ എംപ്ലോയീസിനെ കിട്ടും. ഇനി മെയിൽ എംപ്ലോയീസിന്റെ സാലറി ടോട്ടൽ സം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓട്ടോ സം കൊടുക്കുമ്പോൾ മെയിൽ എംപ്ലോയീസിന്റെ സാലറി ടോട്ടൽ സം മെയിൽ എംപ്ലോയീസിന്റെ സാലറിയുടെ ജസ്റ്റ് എ മിനിറ്റ്. അപ്പൊ നമ്മൾ മെയിൽ എംപ്ലോയീസിന്റെ ഓട്ടോ സം കാണണമെങ്കിൽ ഇവിടെ കൊടുക്കുക, ജസ്റ്റ് ഓട്ടോ സം സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മെയിൽ എംപ്ലോയീസിന്റെ ഓട്ടോ സം വരുന്നതാണ്.
സോ അങ്ങനെ നമുക്ക് പെർമനന്റ് എംപ്ലോയീസിനെ കാണണമെന്നുണ്ടെങ്കിൽ പെർമനന്റ് എംപ്ലോയീസിനെ കാണാം. ഇപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ ക്വസ്റ്റ്യൻ മാർക്കുള്ള എത്ര പേരുണ്ടെന്നാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇതെങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നുള്ളത് നമ്മൾ കമ്മിങ് സെക്ഷൻസിൽ കാണുന്നതാണ്. ജസ്റ്റ് ബേസിക്സ് മാത്രമേ പറയുന്നുള്ളൂ, എല്ലാവർക്കും അറിയാം എന്നാണ്, ബട്ട് എന്നാലും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സോ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പവർ ക്വയറി എടുക്കുന്നതാണ്. അപ്പം അതിൽ നമ്മൾ ഇതൊക്കെ എങ്ങനെ ചെയ്യണം, അനലൈസിസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണുന്നതാണ്. ഓക്കെ.